ഒരു മാമ്പഴക്കറി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല എൻജോയ് ചെയ്തിട്ട് ഞാൻ ചോറ് കഴിക്കും. മാമ്പഴക്കറിയും പിന്നെ മാമ്പഴ പുളിശ്ശേരിയും രണ്ടാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ കളയരുത്. അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ പൾപ്പും ബാക്കി അതിൻ്റെ സത്തും എല്ലാം ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങും. എന്നിട്ട് അതിൽ വേണം നമ്മൾ മാങ്ങാപ്പഴം കുക്ക് ചെയ്തെടുക്കാൻ. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടത് കേട്ടോ. ശരിക്കും ആ ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇത് നല്ലതാണ്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലപോലെ ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അത് കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. തേങ്ങയിൽ കുറച്ച് ജീരകവും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈരും ഒക്കെ ഇട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് മാങ്ങ കുക്കായി കഴിയുമ്പോൾ നമ്മളൊരു 1-2 ടേബിൾ സ്പൂൺ ശർക്കര അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ അരപ്പും എല്ലാം ഇട്ട് ഒരു നന്നായിട്ടത് കുക്ക് ചെയ്യുക. തിളപ്പിക്കണ്ട, ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഒക്കെ മൂപ്പിച്ച് ഒഴിക്കുക. ഇത്രേ ഉള്ളൂ, കറി റെഡിയായി കേട്ടോ. ഈ മാങ്ങപ്പഴം എനിക്ക് എൻ്റെ ആൻറ്റി തൃശ്ശൂരിൽ നിങ്ങൾ കൊടുത്തു വിട്ടതാണ് കറി ഉണ്ടാക്കാനായിട്ട്. അതെപ്പോഴും സ്മരിച്ചോണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്.